സംസ്ഥാന പട്ടയ മിഷന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പട്ടയ അസംബ്ലി പീരുമേട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. പീരുമേട് പഞ്ചായത്തിലെ കമ്പിമുട്ട, പീരുമേട്, പള്ളിക്കുന്ന് കല്ലാർ, ഉപ്പുതറയിലെ കണ്ണമ്പടി, ഏലപ്പാറയിലെ ഹെലിബറിയ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മഞ്ചുമല, വള്ളക്കടവ് 25 വർഷത്തിലധികമായി പട്ടയം ലഭിക്കാനുണ്ടെന്ന് ജനപ്രതിനിധികൾ പരാതിപ്പെട്ടു. വർഷങ്ങളായി അപേക്ഷിച്ചിട്ടും പട്ടയം ലഭിക്കാത്തതിന്റെ താമസം ഒഴിവാക്കുകയും സർക്കാർ കൃത്യമായി തീരുമാനമെടുക്കുന്നത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്ന് വാഴൂർ സോമൻ MLAയും ആവശ്യപ്പെട്ടു. പീരുമേട് SMS ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പട്ടയ അസംബ്ലിയിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. പതിനായിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം കിട്ടാറുണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ സർവേ നമ്പർ തിരുത്തി കിട്ടാറുണ്ട്. കൈവച്ച ഭൂമി കൊണ്ട് അതിന് കരക്കെട്ടിയ രസീതുമുണ്ട്. അങ്ങനെ കരക്കെട്ടിയ രസീതുള്ള ഭൂമിക്ക് സർവേ നമ്പർ വെച്ചത് പട്ടയക്കാരുടെ കുഴപ്പമാണ്. അത് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ്. അതിന് പാവങ്ങളെ പരിഗണിക്കുക. ആദിവാസി ഭൂമിയിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള സാങ്കേതിക തടസ്സം പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ അസംബ്ലിയിൽ ചർച്ച ചെയ്തു. ഇടുക്കി ADM ഷൈജു P. ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം SP. രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പ്രസിഡന്റ് OJ. ജോസഫ്, പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പീരുമേട് തഹസീൽദാർ സീമ ജോസഫ്, LA തഹസീൽദാർ ഗിരിജ, പീരുമേട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM. നൌഷാദ്, രാജേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ A. രാമൻ, AJ. തോമസ് എന്നിവർ സംസാരിച്ചു. പീരുമേട് താലൂക്കിലെ വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.